പാതുക്കണ പുണ്ണി. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ടൈപ്പ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. പക്ഷേ ഞാൻ ചെയ്താൽ അത്ര നന്നാവില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വേണ്ട പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെച്ചു. ഇപ്പം എനിക്ക് തോന്നി അങ്ങ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്നത് ഭയങ്കര വലിയതല്ലെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയാൽ പോരെ. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് എന്തായാലും ഇനി മാറ്റി വയ്ക്കണം. പിന്നെ എനിക്ക് സമയക്കുറവുണ്ട് കേട്ടോ, അതും മെയിൻ കാരണമാണ്. കോൺഫിഡൻസിൻ്റെ ഇതില്ല, പ്രശ്നമല്ല, സമയം ഒട്ടുമില്ല. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം. എനിക്ക് ആ സമയം കിട്ടാത്തത് കൊണ്ടും കൂടെയാണ് ഞാനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നാലും എനിക്കിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പോൾ എനിക്ക് സമയവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത്ര ഹൈപ്പിലൊന്നും വരില്ലെങ്കിലും എന്നെക്കൊണ്ടാണ് ഇതിലൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ കുഞ്ഞിലേ തുടങ്ങി ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിക്കാരത്തിയുടെ. ഞങ്ങളുടെ അടുത്തൊരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരത്തിയുടെ ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാനിങ്ങനെ ഓരോരുത്തരെ ചെയ്യണം, ആരെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഫസ്റ്റ് തന്നെ വന്നതിൻ്റെ മഞ്ജു ചേച്ചിയാണ്. അപ്പം ഞാൻ ഓർത്ത് മഞ്ജു ചേച്ചിനെ തന്നെ ആദ്യം ചെയ്യുക, പിന്നെ രണ്ടു മൂന്നെണ്ണമൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, പറ്റിയ ഞാൻ അതും ചെയ്യും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തിന് ഏത് മൂവിയാണ് ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ ദില്ലി വാല രാജകുമാരൻ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ചെറിയൊരു ലുക്കാണ്. ഇപ്പം ഇതെൻ്റെ ഒറിജിനൽ ലുക്കാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും മേക്കപ്പ്, ഒരു സാധനം ലിപ്സ്റ്റിക് പോലും അടിച്ചിട്ടില്ല. ഞാൻ റിയലായിട്ട് എങ്ങനെയാണോ ആ റിയൽ ഞാനാണിത്. അപ്പം ഞാനിത് മേക്കപ്പ് ചെയ്ത് തരുമ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, ഭയങ്കര വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യം തന്നെ സൂര്യനെ വണങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സൺസ്ക്രീനാണ് എടുത്ത് ഞാൻ പറ്റിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് NYBയുടെ 3-in-1 പ്രൈമർ ഫൗണ്ടേഷനൊക്കെ കൂടിയിട്ടുള്ളത് ഞാനത് ഒന്ന് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഞാൻ ഒരുപാട് അടിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെയിൻ്റ് അടിച്ച മാതിരിയൊക്കെ ഫീലാണ്. ഇത് തന്നെ എനിക്ക് കുറച്ചടിച്ച് കഴിയുമ്പോൾ തന്നെ അയ്യോ എന്തോ പോലെയെന്ന് തോന്നാറുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇച്ചിരി അടിക്കാതിരിക്കണം ശരിയല്ലല്ലോ എന്നോർത്ത് ഞാൻ കുറച്ചടിച്ചതാണ്. അത് ഞാൻ ലാക്മേയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും എൻ്റെ കളറല്ല, അത് ഇച്ചിരി വൈറ്റ് ഷെയ്ഡാണ്, ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ളവർക്കുള്ള ഷെയ്ഡാണ്. എന്നാലും ഞാൻ പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേ, ഉള്ളത് വെച്ച് ഓണം പോലെ എന്നാണല്ലോ. അപ്പം നമ്മളത് വെച്ചിട്ട് അടിച്ചു സെറ്റാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് അമ്മ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുതന്നതാണ് കേട്ടോ. ഇത് എനിക്ക് സെലക്ട് ചെയ്ത് ഞാൻ എടുത്തതാണ്, നമുക്ക് മെസ്സേജ് ഇട്ട് സെലക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാം. അങ്ങനെ യെല്ലോ ഡ്രസ്സാണ് അതിൻ്റെ കോമ്പിനേഷൻ, യെല്ലോയും വൈറ്റും. അപ്പോൾ അത് കാരണം നമുക്കൊരു യെല്ലോ ഷെയ്ഡ് വെച്ച് കൊടുക്കാം. ഞാൻ ലൈഫിൽ അതായിട്ട് യെല്ലോ ഒക്കെ അടിക്കണം, ആയെക്കൂടി ഞാൻ അടിക്കാറ് എപ്പോഴും പിങ്ക് കളറാണ്, എനിക്കത് മാത്രം അടിച്ചാലേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ബ്ലഷൊന്നും ഞാനങ്ങനെ അടിച്ചില്ല. പിന്നെ ഒരു കാണുമ്പോൾ ഒരു ബ്ലഷ് അടിച്ചെന്നൊരു ഫീൽ വരാൻ വേണ്ടി ഒരു വളരെ ലൈറ്റുള്ളൊരു ബ്ലഷ്, എനിക്ക് അതൊക്കെ അടിക്കുമ്പോൾ എന്തോ ഒരു ഫീലിംഗാണ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു കണ്ണാടി അവിടെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്, അപ്പം ഞാൻ അതിൽ നോക്കിയിട്ടാണ് കേട്ടോ അടിക്കുന്നത്. അതാണ് എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ ഒരുപാട് അടിച്ചിട്ടില്ല, കാരണം എൻ്റെ തുമ്പത്തുള്ളത് ഐബ്രോസ് അധികം പോരാ, അതുകൊണ്ട് ഞാനൊന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ മൈഗ്ലാമിൻ്റെയാണത് കാജൽ സ്റ്റിക്ക്, അപ്പം ഞാൻ അത് വെച്ചൊന്ന് കണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഐലൈനർ ലാക്മേയുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ താഴെ മുകളിലൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിൽ കാണിച്ചേക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ലുക്കിനാണല്ലോ അത് വരുന്നത് കറക്റ്റായിട്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇത് കണ്ണിരുന്നതുകൊണ്ട് എനിക്ക് അത് മാത്രം വലിയ പനി ഉണ്ടായില്ല. എന്നാലും ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവും. അപ്പം പിന്നെ നമ്മൾ ഒരെണ്ണം സൈഡിൽ ശരിയാവും, മറ്റേ സൈഡിൽ എന്തെങ്കിലും കുളമാവും. അങ്ങനെ എപ്പോഴും വരുന്നു, എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു അങ്ങനെയൊക്കെ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്കാര അടിച്ചു കൊടുക്കാം കേട്ടോ, നല്ലതാണ്. മസ്കാര അടിച്ചു കൊടുക്കുമ്പോൾ നല്ലതായിരുന്നു അത്. പിന്നെ ഞാൻ പോസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ അടിച്ചത്. ഇതെനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, കാരണം എന്താണ് പോലെ ഇരിക്കും, അതിൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കൊന്ന് ലിപ്പ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ മൂക്കുത്തി, ഞാൻ മൂക്കുത്താത്തതുകൊണ്ട് തൽക്കാലം പൊട്ട് വെച്ച് മൂക്കുത്താം കേട്ടോ. അത് കഴിഞ്ഞ് പൊട്ട് ഇങ്ങനെ ഒരു വലിയ പൊട്ടാണ്, അത് ലെയറായിട്ട്, അത് വലിയ പൊട്ടായതുകൊണ്ട് എനിക്ക് വലിയ പൊട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ലെയറായിട്ടാണ് തൊട്ടത്. അപ്പോൾ 2 ലെയർ തൊട്ടപ്പോഴത്തേക്കും ഓക്കെയാന്ന് വിചാരിച്ചു. പക്ഷേ ഫോട്ടോ എടുത്തപ്പോൾ 2 ലെയർ പോരായിരുന്നു, 3 ലെയർ വേണമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 3 ലെയർ വെക്കണം. അപ്പോൾ അതിന് മാല വെച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നി വേണ്ട, ഡ്രസ്സ് ഇട്ടിട്ട് മാല വെച്ച് നോക്കാം എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ പോയി ഡ്രസ്സ് മറമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് പിന്നെ ഹെയർ ഞാൻ സാധാരണ സൈഡിലോട്ടാണ് വരിക.
പിന്നെ ഇത് ഇൻസ്പയർഡ് ആണല്ലോ, അപ്പോൾ നമുക്ക് നേരെ ഇടണം. അതിന് നേരെയാണ് വെച്ചേക്കണേ. പിന്നെ ഉള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ഈ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാല ഇടാം. ഇത് പണ്ട് 2011 എൻ്റെ അച്ഛൻ എനിക്ക് അവിടെ നിന്ന് കൊണ്ടുത്തന്ന മാലയായിട്ട്. ഇതുപോലത്തെ 2 മാല കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് മാലയിൽ പെടുന്ന സാധനം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാല. അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇട്ടതാണ് കേട്ടോ മാല. പിന്നെ ആ മാല കഴിഞ്ഞു. അത് കഴിഞ്ഞ് കമ്മൽ 2 കമ്മൽ വെച്ച് നോക്കി. പക്ഷേ ഇത് ഗോൾഡൻ ഷെയ്ഡ് അല്ലാത്തതുകൊണ്ട് മൊത്തം സിൽവറാക്കാൻ വേണ്ടിയിട്ട് മാത്രം സിൽവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം എല്ലാം ഒരുമാതിരിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മൾ മഞ്ജുവാറിന് ഇൻസ്പയർഡായ മേക്കപ്പ്. പിന്നെ ഇത് ഇൻസ്പയർഡ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ കണ്ട മേക്കപ്പ് കണ്ടിട്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണം എന്നാണ് അർത്ഥം. അല്ലാണ്ട് അയാൾ അതേപടി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മളെ വെക്കുക എന്നല്ല കേട്ടോ അർത്ഥം. കാരണം മഞ്ജുവാറിൻ്റെ ഏത് അയലത്തോലും ഞാൻ വരില്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഞാൻ മഞ്ജു ആണ്, ഞാൻ ഐശ്വര്യ റൈയാണ്, ഞാൻ നയൻതാരയാണ് എന്നൊക്കെ ഞാൻ സ്വയം വിശ്വസിക്കുന്നു. ഞാൻ അതിൽ ഹാപ്പിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് സ്വയം തോന്നിക്കോളാം കേട്ടോ. പിന്നെ അതേപോലെ വന്നില്ല, അങ്ങനെ വന്നില്ല എന്നൊന്നും പറഞ്ഞ് കുറ്റം വരാനായിട്ട് വരല്ലേ. കാരണം ഞാൻ അതുപോലെ ആവാനല്ല ട്രൈ ചെയ്തത്. ഞാൻ ജസ്റ്റ് അതിൽ നിന്നൊന്ന് നോക്കിയിട്ട് അതുപോലെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് വരുത്താനൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ട്രൈ ചെയ്യുന്നു. അണ്ണാങ്കുഞ്ഞിനും തന്നാനായതെന്നല്ലേ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ചെറുതായിട്ടൊരു ചെറിയ ട്രൈ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി നമ്മളെ, അല്ലാണ്ട് കുറ്റം പറഞ്ഞ് തളർത്തരുത്. പിന്നെ നമ്മളൊക്കെ വളർന്നു തന്നെ ചെറിയൊരു യൂട്യൂബറാണ്, ഭയങ്കര വലിയ ആളൊന്നുമല്ല. അപ്പം നമുക്കിങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. ഞാൻ വെച്ചതിൽ നിന്ന് ഒരു പൊട്ടും കൂടെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലെയർ ഇത്രയും വലിയ പൊട്ടൊക്കെ തുടങ്ങണം കേട്ടോ. പിന്നെ അതിൽ കാണിച്ചേക്കണ ഗോൾഡൻ ഷെയ്ഡാണ്. നമുക്ക് ഗോൾഡൻ ഷെയ്ഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിൽവർ ഷെയ്ഡൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? അതിലൊരു ലുക്ക് വെച്ച് തരണമെന്നാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ടിങ് 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 ടോങ് അടിച്ചങ്ങ് പഠിച്ചാണ് കേട്ടോ. പിന്നെ ഇനി ഇതുപോലെ ഇൻസ്പയർഡായിട്ട് മേക്കപ്പ് ലുക്കായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്. അതാവും പറ്റുമെന്ന് അറിയില്ല. നെക്സ്റ്റ് അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ട്രസ്സായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമേ എനിക്ക് അങ്ങനെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഉണ്ടാവണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ, സീ യു. തിങ്കൾ ചിരിയുമായി നിശീതത്തിൻ നാലുകെട്ടിൽ ഉഷസ്സേ നീ കണ്ണീരിൻ തിരറിയ കടലും